കഴിഞ്ഞ ബുധനാഴ്ച ഈ പോയത്. ഒരു ഏകദേശം 10 ദിവസമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ അതിനുശേഷം ഞങ്ങളായിട്ട് ബന്ധപ്പെടാറുണ്ട്. കുഴപ്പമില്ല, നല്ല ജോലിയാണ്, കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളുണ്ട്, താമസിക്കാനൊക്കെ റൂമുണ്ട്, ഭക്ഷണം, എല്ലാ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ട്. നല്ല സമീപനത്തോടു കൂടിയിട്ടാണ് സംസാരിച്ചത്, സന്തോഷത്തോടു കൂടിയിട്ടാണ് സംസാരിച്ചത്. വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്നായിരുന്നു പിന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. സ്വന്തമായിട്ടൊരു വീടില്ല അവനെ. അപ്പോൾ കുട്ടീനെ അവരെ നല്ല രീതിയിൽ എത്തിക്കണം. ഒരു നിമിഷം പോലും കുട്ടീനെ പിരിഞ്ഞിരിക്കാൻ താല്പര്യമില്ല, കാണാണ്ടിരിക്കാൻ പറ്റില്ല അവനെ. നിലവിലിപ്പോൾ ഈ കാണുന്ന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് മാറ്റിയൊരു പൊതുദർശനം എന്ന് പറയുമ്പോൾ അവരുടെ ഭാര്യയ്ക്ക് അത് ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇവിടെ വീടിനോട് ചേർന്ന്. കാലമായി ബിനോയും കുടുംബം 6 വർഷത്തിന് കൂടുതലായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. ഇപ്പോൾ വാടക കൂടുതലും പ്രയാസമൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഒഴിയേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇവിടെ അവർ 2 സെൻറ്റ് സ്ഥലം, അത് ചേച്ചിയുടെ വീടാണ്, അതിനോട് ചേർന്നിട്ട് എടുത്തത്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് ഒരു ടെമ്പററി വീടെന്നേ പറയാൻ പറ്റുള്ളൂ. അത് പണിത് അതൊരു ലോണ് ശരിയാക്കിയിട്ടാണ്. വേറെയും സാമ്പത്തിക ബാധ്യതകൾ ബിനോയ്ക്കുണ്ട്. അതൊക്കെ കൂടിയാണ് ആളൊരു വീടെന്ന സ്വപ്നത്തിന് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് കയറിയത്. പക്ഷെ അത് ഇത്തരത്തിൽ നാടിനെയും വീടിനെയും ദുഃഖത്തിലാഴ്ത്തുന്നൊരു യാത്രയായിപ്പോയി.